ഈ എല്ലാവരെയും പറഞ്ഞപ്പോഴാ 2020 അത് ഒന്നേ ഉള്ളൂ അങ്ങനെ ഒരു സിനിമ. അത് ഞങ്ങളും റിലീസ് കാത്തിരിക്കുന്നതാണ്. ഈ മൾട്ടി സ്റ്റാർ എന്നുള്ളതിനേക്കാൾ മൾട്ടി സൂപ്പർ സ്റ്റാർ പടം ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ഒരുപോലെ എഡിറ്റിങ്ങിലും അത് അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ്. പക്ഷെ എന്നാലും സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരുമ്പോഴും ഇവർക്കൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻസ്, ഒരുപോലെ ഷോട്ടുകൾ വെക്കേണ്ടത് അല്ലേ, തുല്യത ഉറപ്പുവരുത്തണ്ടേ? തീർച്ചയായും വേണം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. റിസ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അവരൊക്കെ ഇത്രയും ഇതായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സും എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും അതിലെ മെയിൻ ആക്ടേഴ്സൊക്കെ ഇതുള്ള അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ആ സ്ക്രീൻ പ്ലേയിൽ അത് അവർ ഇത് ചെയ്തിട്ടുണ്ട്. ജോഷിയേട്ടൻ മനോഹരമായിട്ട് ഓരോരോ ആൾക്കാരുടെയും ഇൻട്രഡക്ഷൻ നന്നായി പൊലിപ്പിച്ച് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രത്യേക ഇതുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ആക്ടേഴ്സൊക്കെ നന്നായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കും നല്ല എഫേർട്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 4 ആക്ടേഴ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ 4 പേരും മെയിൻ ഹീറോസ് ആകുമ്പോൾ 4 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സീക്വൻസ് പലതും. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ഫ്രെയിം ചെയ്യണം, അതനുസരിച്ച് ലെൻസ് ചെയ്യണം, അതനുസരിച്ച് ലൈറ്റപ്പ് ചെയ്യണം. ഇതൊക്കെ ടെക്നിക്കിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ചെയ്യുന്ന നമ്മുടെ ഷോട്ടിൻ്റെ ഭാഗമാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ആ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മൾ വർക്ക് ചെയ്തു. എനിക്കൊന്ന് ആ സിനിമയിൽ മാക്സിമം നമ്മളത് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എത്ര നാൾ എടുത്തു 2020 കംപ്ലീറ്റ് കവർ ചെയ്യാൻ? നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ് ആക്ച്വലി. ലൈക്ക് ഇൻ ദ സെൻസ് ഒരു സാധാരണ ഒരു ഇത്രയും വലിയ ആക്ടേഴ്സൊക്കെ ഉള്ള പടം നമ്മൾ പ്രതീക്ഷിക്കാൻ 100 പക്ഷെ എനിക്കൊന്ന് 63 ദിവസം 65 ദിവസം ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതിൽ ഈ പലരുടെയും ഡേറ്റ് ഇഷ്യൂസും ഒക്കെ ഉണ്ടാവുമല്ലോ. ബോഡി ഡബിൾ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ പറയുമല്ലോ, ഇടയ്ക്ക് പെട്ടെന്ന് കോൾ വരും, അതെ മറ്റന്നാൾ ഒരു 2 മണിക്കൂർ ഷൂട്ടിന് കിട്ടും, എനിക്ക് ഏത് സീക്വൻസ് മറ്റേ. അപ്പോൾ മറ്റേ 2 പേരുണ്ടോ? 2 പേരില്ല, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇയാളുടെ ബോഡി ഡബിൾ യൂസ് ചെയ്തിട്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മറ്റേ ആളെ കൊണ്ടുവന്നിട്ട് ഇയാളുടെ ബോഡി മറിച്ച് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ പക്ഷേ മെയിൻലി ഡയറക്ടർ ഇത്രയും എക്സ്പീരിയൻസ്ഡും ഇതിനെക്കുറിച്ച് തറോ നോളജ് ഉള്ള ആളും ആയതുകൊണ്ട്, ജോഷിയേട്ടനായതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമില്ല. ബാക്കി നമ്മളും അതിനനുസരിച്ച് പോവുക എന്നുള്ളത്.